സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങൾ, അർത്ഥവ്യത്യാസം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുക. അത് ആത്മാവിൽ വളരുവാൻ എന്നെ സഹായിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്നു. ദൈവശാസ്ത്രം ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ഈ ചെറുചിന്തകൾ വലിയ പഠന വിഷയമൊന്നും ആക്കണമെന്നില്ല. നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഞാനിപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്റെ ഈ ചിന്തകൾ എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നു എന്ന് കേട്ടത് വലിയ സന്തോഷമായി. എന്നാലും ഞാൻ നിങ്ങളോട് പറയും, ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വേണ്ട രീതിയിലുള്ള കോഴ്സുകൾ എടുക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ നിന്നാണ്. അതിലുള്ള മനോഹരമായ ഒരു ആശയമാണ് അബ്രാഹവും ലോത്തും യാത്ര ചെയ്യുന്ന ഒരു സംഭവം. 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ അബ്രാഹം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. ബലി അർപ്പിക്കുന്നതിനെ കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുമൊക്കെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പലരോടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നുണ്ടോ, ധ്യാനത്തിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു അഭിപ്രായം, പെട്ടെന്നൊരു കമന്റ് വരാറുണ്ട്, പ്രത്യേകമായ കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ. അങ്ങനെ ധ്യാനം കൂടാനും പ്രാർത്ഥനയ്ക്ക് പോകുവാനും ഈ ക്രമമായി ബലിയർപ്പിക്കുവാനുമുള്ള ആവശ്യമൊന്നും എനിക്കില്ല. ഒരു തുറന്ന മറുപടിയാണ് ചിലരിൽ നിന്ന് കേൾക്കുന്നത്. ഇവിടെ അബ്രാഹം, നമുക്കറിയാം, ആ അധ്യായത്തിന്റെ ആദ്യം പറഞ്ഞിരിക്കുകയാണ്, അവന് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നു, ധാരാളം സ്വർണം ഉണ്ടായിരുന്നു, ധാരാളം വെള്ളി ഉണ്ടായിരുന്നു. ധാരാളം സമ്പത്തുള്ള അബ്രാഹമാണ് ബലിയർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ട് നാം ഈ അധ്യായത്തിൽ കണ്ടുമുട്ടുക. അബ്രാഹവും ഭാര്യയും ലോത്തും ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് തോന്നാറുണ്ട്, അബ്രാഹവും ഭാര്യയും തനിയെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മിണ്ടിയും പറഞ്ഞും ഒക്കെ നടക്കണമല്ലോ. അതുകൊണ്ടായിരിക്കാം ലോത്തിനെയും കൂടെ കൂട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കുക സഹോദരങ്ങളെ, അബ്രാഹം അവിടെ പ്രാർത്ഥിച്ചു. ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഒക്കെയുള്ള അബ്രാഹം പ്രാർത്ഥിച്ചു. എല്ലാം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്ന അബ്രാഹത്തിന് പിന്നീട് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കുക, അവരുടെ ജോലിക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ അബ്രാഹം ഒരു തീരുമാനമെടുത്തു. ലോത്തിനോട് പറയുകയാണ്, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ വഴക്കുണ്ടാക്കാൻ പാടില്ല. എത്ര പേർക്കുണ്ട് സഹോദരങ്ങളെ ഈ ഒരു ബോധ്യം? ഇന്ന് ക്രിസ്ത്യാനികളായ എത്ര പേർക്കുണ്ട് ഈ ബോധ്യം? നമ്മൾ സഹോദരങ്ങളാണ്, നാം തമ്മിൽ വഴക്കുണ്ടാക്കുവാൻ പാടില്ല. എത്രയോ കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നു, പരസ്പരം മിണ്ടാറില്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾ പോലും പരസ്പരം മിണ്ടാതിരിക്കുന്നു. എന്ത് സംഭവിച്ചു ഇവർക്ക്? എല്ലാവർക്കും ആവശ്യത്തിന് സമ്പത്തുണ്ട്, എല്ലാവർക്കും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, എന്നാൽ ഇവർക്ക് മിണ്ടുവാൻ സാധിക്കുന്നില്ല. ഇതാ, മിണ്ടുവാൻ സാധിക്കണമെങ്കിൽ ദൈവാനുഭവം വേണം, മിണ്ടണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. അത് ലഭിക്കുന്നത് സമ്പത്തിൽ നിന്നല്ല, ബലിയർപ്പണത്തിലൂടെയാണ്, ദൈവസ്നേഹത്തിലൂടെയാണ്, ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ്. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ്, നാം പിണങ്ങുവാൻ പാടില്ല, നാം വഴക്കുണ്ടാക്കുവാൻ പാടില്ല എന്ന. ഈ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ
നീ ദൈവത്തിന്റെ അടുത്തെത്തണം. ദൈവം നിന്നോട് പറഞ്ഞു തരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, നിനക്കിഷ്ടമുള്ളത് നീ എടുക്കുക. നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം, നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം. ആർക്ക് സാധിക്കും ഇതുപോലെ വിട്ടുകൊടുക്കുവാൻ? നിനക്കിഷ്ടമുള്ള ഭൂമി നിനക്ക് തിരഞ്ഞെടുക്കാം. ലോത്ത് ഇഷ്ടമുള്ള ഭൂമി തിരഞ്ഞെടുത്തു. നല്ല വളക്കൂറുള്ള മണ്ണ് അവൻ തിരഞ്ഞെടുത്തു. അബ്രാഹത്തിന് പരാതി ഉണ്ടായില്ല. ഇങ്ങനെ വീതം വയ്ക്കുമ്പോൾ നമുക്ക് പരാതി ഉണ്ടാകാറുണ്ടോ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് എന്റെ സർവ്വസമ്പത്ത് എന്ന് മനസ്സിലാക്കിയാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, പരാതി ഉണ്ടാവുകയില്ല. ഏത് കാട്ടിലും ഏതു മേട്ടിലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണെങ്കിലും ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തുകൊള്ളാൻ ലോത്തിന് അനുവാദം കൊടുക്കുകയാണ്. ഒരു വലിയ വിടുതൽ അബ്രാഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇതാ ലോത്ത് സ്ഥലം തെരഞ്ഞെടുത്തു. ലോത്ത് അബ്രാഹത്തിൽ നിന്ന് മാറിപ്പോയി. അബ്രാഹത്തിന് ലോത്ത് പോയപ്പോൾ ഒരു ലേശം വേദനയും വിഷമവും ഒക്കെ ഉണ്ടായി കാണും. കാരണം എന്റെ സഹോദരൻ എന്നുള്ള ഒരു വേർപാട്, അവന്റെ ബന്ധത്തിൽ നിന്നുള്ള ഒരു വേർപാട് ഒരുപക്ഷെ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അവന്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. നീ നടക്കുന്നിടമെല്ലാം നിനക്ക് സ്വന്തം. നീ കാൽപാദം വെക്കുന്നതെല്ലാം നീ സ്വന്തം. നീ കൈവെക്കുന്നതെല്ലാം നിനക്ക് അനുഗ്രഹം. പൂഴി പോലെ എണ്ണിത്തീർക്കാൻ സാധിക്കാത്ത മക്കളെ നിനക്ക് കിട്ടും. അതിനെക്കുറിച്ച് നീ വേദനിക്കേണ്ട. 2 or 3 മുഖമല്ല നിനക്ക് ഞാൻ നൽകുന്നത്, ഇഷ്ടം പോലെ. മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം ബലിപീഠം പണിത് ബലിയർപ്പിച്ചു. എന്തെങ്കിലും ഉള്ളവർക്കേ അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുമില്ലാത്തവർക്ക് അർപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പലർക്കും ഇല്ലായ്മയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ബലിയർപ്പിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അബ്രാഹത്തിന്റെ വിശ്വാസം പോലെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ ബലിയർപ്പണത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏഴു വിളക്കിൻ നടുവിൽ